ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സുകൾക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബജാജ് പൾസർ വണ്ടികളിൽ യൂസ് ചെയ്യുന്ന സിസർ ഗിയറിനെ കുറിച്ചാണ്. സിസർ ഗിയർ എങ്ങനെ ലോഡ് ചെയ്യാം, അതുപോലെ സിസർ ഗിയർ എങ്ങനെ ഫിറ്റ് ചെയ്യാം, എഞ്ചിൻ ടൈമിംഗ് വെച്ചതിന് ശേഷം എഞ്ചിനിൽ എങ്ങനെ സിസർ ഗിയർ ഫിറ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്കൊരു കോംപ്ലിക്കേറ്റഡായി തോന്നുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. പൾസർ 150, 180, 200, 220 എന്നീ വണ്ടികളിലാണ് മെയിനായിട്ട് സിസർ ഗിയർ ഉപയോഗിക്കുന്നത്. സിസർ ഗിയറിൻ്റെ പ്ലേ കൂടുന്നത് എഞ്ചിൻ്റെ നല്ല രീതിയിലുള്ള വർക്കിംഗ് സൗണ്ടിനെ ബാധിക്കുന്നതാണ്. അഴിച്ചെടുത്ത ഗിയറിൻ്റെ പ്ലേ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ ഒരു പ്ലേ കൂടുന്നത് എഞ്ചിൻ്റെ നല്ല രീതിയിലുള്ള വർക്കിംഗ് സൗണ്ടിനെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. ഹായ് ഫ്രണ്ട്സ്, സിസർ ഗിയറിൻ്റെ പാർട്സുകൾ നമുക്ക് പരിചയപ്പെടാം. സിസർ ഗിയറിൻ്റെ സെൻട്രൽ കാണുന്ന ഈ വീതി കൂടിയ ഗിയറാണ് ബാലൻസർ ഐഡിയൽ ഗിയർ. ബാലൻസർ ഐഡിയൽ ഗിയറിൻ്റെ രണ്ട് വശങ്ങളിലുമായി ഫൈബർ ഗിയർ കാണാം. ഇതാണ് സിസർ ഗിയർ. സിസർ ഗിയറിൻ്റെയും ബാലൻസർ ഐഡിയൽ ഗിയറിൻ്റെയും ഇടയിലായി രണ്ട് സൈഡിലും സ്പ്രിംഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്പ്രിംഗ് ഫിറ്റ് ചെയ്യുന്നത് ബാലൻസർ ഐഡിയൽ ഗിയറിൻ്റെ ലെഗിനും മറ്റേ സൈഡ് സിസർ ഗിയറിൻ്റെ ലെഗിനെതിരെയും ആയിരിക്കും. ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷനിലൂടെയാണ് നമ്മൾ സിസർ ഗിയർ ലോഡ് ചെയ്യുന്നത്. സിസർ ഗിയറിൻ്റെ രണ്ട് വശങ്ങളിലും സർക്കിൾ ലോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സർക്കിൾ ലോക്കിന് പുറത്തായി ഒരു പ്ലേറ്റ് വാഷർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എഞ്ചിനിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ആണ് ഫിറ്റ് ചെയ്യുന്നത്. സിസർ ഗിയർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് പുതിയ സിസർ ഗിയർ. ഈ സിസർ ഗിയറിൻ്റെ പാർട്ട് നമ്പർ നമുക്ക് നോക്കാം. DH102053 ഇതാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ. സിസർ ഗിയറിൻ്റെ പല്ലുകളെ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിച്ചാണ് സിസർ ഗിയർ ലോഡ് ചെയ്യുന്നത്. സിസർ ഗിയർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സിസർ ഗിയർ സെറ്റ് ചെയ്യുന്നതിന് നമുക്കൊരു സ്പെഷ്യൽ ടൂൾ ആവശ്യമുണ്ട്. ഇതാണ് ആ സ്പെഷ്യൽ ടൂൾസ്. സ്പെഷ്യൽ ടൂൾസിൻ്റെ പാർട്ട് നമ്പർ 3710DJ63. സിസർ ഗിയർ ലോഡ് ചെയ്യുമ്പോൾ ബാലൻസ് ഐഡിയൽ ഗിയറും സിസർ ഗിയറും ഒരു മാർക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ. അതിനുശേഷം നമുക്ക് സിസർ ഗിയറിൻ്റെ രണ്ട് സൈഡും സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്ത് നോക്കാം. ഈ സൈഡ് 1.4 mm ഈ സൈഡ് 1.6 mm ആണ് ഉള്ളത്. 1.6 mm ഉള്ള ഭാഗത്ത് ചെറിയൊരു ടാപ്പർ കാണാം. ഈ സൈഡാണ് എൻജിൻ ഉൾഭാഗത്തേക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സിസർ ഗിയർ ലോഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി സിസർ ഗിയറിൻ്റെ ഫൈബർ ടീത്തിലേക്ക് സ്പെഷ്യൽ ടൂൾ സ്ലൈഡ് ചെയ്ത് കയറ്റുക. അതിനുശേഷം ആൻറ്റി ക്ലോക്ക് വൈസിൽ രണ്ട് ടീത്ത് തിരിക്കുക. ഒന്ന്, രണ്ട്. അതിനുശേഷം ഐഡ്ലിംഗ് ഗിയറിലേക്ക് സ്പെഷ്യൽ ടൂൾ സ്ലൈഡ് ചെയ്ത് കയറ്റിയതിന് ശേഷം സ്പെഷ്യൽ ടൂൾ ഉപയോഗിച്ച് സിസർ ഗിയറിൻ്റെ മറ്റേ സൈഡ് ലോഡ് ചെയ്യുക. 1, 2. ഇങ്ങനെയാണ് സിസർ ഗിയർ ലോഡ് ചെയ്യേണ്ടത്. സിസർ ഗിയർ ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവർ ടൈറ്റ് വെക്കാൻ പാടില്ല. ഓവർ ടൈറ്റ് വെച്ചാൽ
എൻജിൻ നോക്കിംഗ് സൗണ്ട് വരും. അതേപോലെ തന്നെ ഓവർ ലൂസ് വെക്കാനും പാടില്ല. അപ്പോൾ എൻജിൻ വൈബ്രേഷൻ കൂടുതലായിരിക്കും. ലോക്ക് ചെയ്ത സിസർ ഗിയർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സിസർ ഗിയറിലുള്ള ഈ ഡോട്ട് മാർക്ക്, ഈ വശത്തുള്ള ഡോട്ട് സിസർ ഗിയറിൻ്റെ മുകളിലുള്ള ഡോട്ട് മാർക്കും ഇപ്പോൾ മറ്റേ സൈഡിലുള്ള സിസർ ഗിയറിൻ്റെ ഡോട്ട് മാർക്കും കോയിൻസൈഡ്, അതായത് നേർ രേഖയിൽ വന്ന് നിൽക്കുന്നത് കാണാം. നമ്മൾ ഓവർ ടൈറ്റിൽ വെച്ചാൽ ഈ ഡോട്ട് മാർക്ക് നേർരേഖയിൽ വരുന്നതല്ല. അതുപോലെ ലൂസ് വെച്ചാൽ ഈ ഡോട്ട് മാർക്ക് നേർരേഖയിൽ വരില്ല. കഴിയുന്നതും പരമാവധി 2 ടീത്തിൽ സിസർ ഗിയർ ലോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. സിസർ ഗിയർ ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സെൻറ്ററിലെ ബാലൻസിങ് ഐഡൽ ഗിയറിൻ്റെ ടീത്തും അതുപോലെ തന്നെ സൈഡിലെ ഫൈബർ ഗിയറായ സിസർ ഗിയറിൻ്റെ ടീത്തും തമ്മിൽ കോയിൻസൈഡ്, അതായത് നേർരേഖയിൽ വരാതെ നിൽക്കുന്നതായി കണ്ടല്ലോ. അപ്പോൾ നമ്മൾ സിസർ ഗിയർ ലോഡ് ചെയ്യുന്ന സമയത്ത്, സ്പെഷ്യൽ ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നേർരേഖയിൽ നിൽക്കാത്ത ടീത്തിനെ ക്ലോക്ക് വൈസ് തിരിച്ച് നേർരേഖയിലാക്കിയതിന് ശേഷം സ്പെഷ്യൽ ടൂൾ സ്ലൈഡ് ചെയ്ത് കയറ്റുക. അതിനുശേഷം ആണ് നമ്മൾ ഗിയർ ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപോലെ നേർരേഖയിൽ വച്ചതിന് ശേഷം നേർരേഖയിൽ വച്ചതിന് ശേഷം 1, 2 ഇതുപോലെയാണ് സിസർ ഗിയർ ലോഡ് ചെയ്യേണ്ടത്. സിസർ ഗിയർ ഫിറ്റ് ചെയ്തതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻജിൻ ടൈമിങ്ങിൽ വെക്കുക എന്നുള്ളത്. എൻജിൻ ടൈമിങ്ങിൽ വെക്കുവാൻ ആദ്യം ചെയ്യേണ്ടത് സിലിണ്ടർ പിസ്റ്റൺ TDSൽ വെക്കുക, ടോപ്പ് ഡെഡ് സെൻറ്ററിൽ വെക്കുക. അതിനുശേഷം ഈ ഗിയറിന് മുകളിലുള്ള JVD ഗിയറിന് മുകളിലുള്ള ഈ മാർക്കും എൻജിൻ കേസിലുള്ള ഈ മാർക്കും നേർരേഖയിൽ വരുന്ന വിധത്തിൽ വെക്കുക. അതിനുശേഷം ബാലൻസർ ഗിയറിന് മുകളിലുള്ള ഈ മാർക്കും, ആ മാർക്ക് ശരിക്കും കാണാത്തതിന് ഞാൻ ഡോട്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ മാർക്കും എൻജിൻ കേസിന് മുകളിലുള്ള ഈ മാർക്കും നേർരേഖയിൽ വരുന്ന വിധത്തിൽ വച്ചതിന് ശേഷം ക്ലച്ച് ഹബ്ബ് ഫിറ്റ് ചെയ്യുക. അതിനുശേഷം ആണ് നമുക്ക് സിസർ ഗിയർ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻജിൻ ടൈമിങ്ങിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലച്ച് ഹബ്ബ് ഫിറ്റ് ചെയ്യാം. ക്ലച്ച് ഹബ്ബ് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ലച്ച് ഹബ്ബിൻ്റെ ഈ ഒരു ഭാഗം മുകളിൽ വരുന്ന വിധത്തിൽ ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലച്ച് ഹബ്ബ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വച്ചിരുന്ന എൻജിൻ ടൈമിംഗ് ഗിയറിലേക്കാണ് ക്ലച്ച് ഹബ്ബിൻ്റെ ഗിയർ കയറി പോകേണ്ടത്. അപ്പോൾ കയറുന്ന സമയത്ത് ഗിയർ തിരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ച് ക്ലച്ച് ഹബ്ബ് ഫിറ്റ് ചെയ്യുക. ടൈമിംഗ് തിരിയാതെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓയിൽ പമ്പിൻ്റെ ടീത്ത് വളരെ മെല്ലെ ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കുക. ക്ലച്ച് ഹബ്ബ് നമ്മുടെ ഓയിൽ പമ്പിൻ്റെയും JVD ഗിയറിലേക്കുമാണ് കയറിപ്പോകുന്നത്. അപ്പോൾ JVD ഗിയർ ടൈമിംഗ് തെറ്റാത്ത രീതിയിൽ വളരെ മെല്ലെ കയറ്റി കൊടുക്കുക. അതിനുശേഷം സിസർ ഗിയർ ലോഡ് ചെയ്ത് വച്ചിരുന്ന സിസർ ഗിയർ എടുക്കുക. സിസർ ഗിയർ എൻജിനിൽ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ വാഷർ ഫിറ്റ് ചെയ്യേണ്ടതാണ്. സിസർ ഗിയർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭാഗം ക്ലച്ച് ഹബ്ബിൻ്റെ ഈ ഭാഗം ഏകദേശം ഇതിന് സെൻറ്ററായി വരിക. അതുപോലെ ഈ ക്ലച്ച് ഹബ്ബിൻ്റെ ഈ ഭാഗം ക്രാങ്ക് ഷാഫ്റ്റിനെ ഏകദേശം ക്ലിയറായി വരിക. പിന്നീട് നമ്മൾ സിസർ ഗിയറിൽ വാട്ടർ ഇട്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്യുമ്പോൾ കൗണ്ടർ വെയ്റ്റ് അല്ലെങ്കിൽ ബാലൻസ് ഗിയറിൻ്റെ
നമ്മൾ നേരത്തെ കാണിച്ച മാർക്കും എഞ്ചിൻ്റെ മാർക്കും കോയിൻസൈഡ് വെച്ചതിന് ശേഷം ഗിയർ ഫിറ്റ് ചെയ്യുക. ഗിയർ വെയിറ്റിൻ്റെ ഗിയർ കൗണ്ടർ ബാലൻസർ ഗിയറിൻ്റെ മാർക്കും നമ്മുടെ എൻജിൻ കേസിൻ്റെ മാർക്കും നേർരേഖയിൽ വരുന്നതെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മുടെ സിസർ ഗിയർ വളരെ മെല്ലെ ഉള്ളിലേക്ക് അമർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്പെഷ്യൽ ടൂള് വളരെ മെല്ലെ ഊരിയെടുക്കാവുന്നതാണ്. ഇത്രയുമാണ് സിസർ ഗിയർ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്കൊന്നുകൂടി മാർക്കുകൾ ഒന്നുകൂടി മാറിയിട്ടില്ല എന്ന് ഉറപ്പുവെക്കാം. കൗണ്ടർ വെയിറ്റിൻ്റെ മാർക്കും എൻജിൻ കേസിൻ്റെ മാർക്കും ഒരുപോലെയാണ്. അതുപോലെ തന്നെ ഈ ഗിയറിൻ്റെ മാർക്കും എൻജിൻ്റെ മാർക്കും ഒരുപോലെ നിൽക്കുന്നുണ്ട്. പിസ്റ്റൺ TDCയിലാണ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മൾ മാർക്ക് വെച്ചത്. ഇത്രയുമാണ് സിസർ ഗിയർ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.